ഉയ്യന്റെ കുഞ്ഞുമക്കളെ 2025 ജനുവരി 1-ാം തീയതി മുതൽ ഞെട്ടിക്കൊണ്ടിരിക്കുന്നതാന്ന് ഞാനിങ്ങനെ ഞെട്ടി ഞാൻ ഇല്ലാതായിന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം മുഴുവൻ ഞെട്ടുന്നത്. ഇപ്പം ജനുവരി ആകാനായി, ഇപ്പം ഡിസംബർ തുടങ്ങി ജനുവരി ആകാനായി. ഇനിയൊരു 10-29 ദിവസവും കൂടി ഇങ്ങനെ ഞെട്ടിക്കൊണ്ട് നിൽക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത വർഷവും കൂടി ഇതുപോലെ ഞെട്ടൽ തന്നെയാണോ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നുമല്ല, ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. അമ്മയെ പരിക്കേൽപ്പിച്ചു, അച്ഛനെ, അത് മകൻ, അവനാണെങ്കിൽ എന്ന് പറയുന്നത് മറ്റേ വക്കീലാണെന്ന് പറയുന്നത്, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, സഹോദരന്മാർ ഡോക്ടറാണ്, അപ്പം അങ്ങനെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിടിച്ചു വെക്കലോ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. അതായത് അതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണെന്ന്. അവിടെയാണ് എനിക്ക് ഇവരോടെല്ലാം ദേഷ്യം വന്നത്. ആരോട് അറിയാം? ഈ മരിച്ചുപോയ അച്ഛനോടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ കേൾപ്പിച്ച് ആശുപത്രിയിലായ ആ അമ്മയോടായാലും പിന്നെ ഈ പെണ്ണിൻ്റെ അച്ഛനോടും അമ്മയോടും ഇവരോട് എല്ലാവരോടും എനിക്ക് ദേഷ്യം വന്നത് അവിടെയാണ്. കാരണം പൈസയുണ്ട്, അല്ലെങ്കിൽ ബെൻസ് നടരാജൻ്റെ മകനാണ്, അല്ലെങ്കിൽ വലിയ പൈസക്കാരനാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഒരു പാവം പെണ്ണിന് എന്തിനാണോ വെറുതെ കുരുതിക്ക് കൊടുത്തത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ തന്തയോടും തള്ളയോടും എനിക്ക് പറയാനുള്ളത്, ഇതിലും നല്ലത് അതിനെ പിടിച്ചിട്ട് വല്ല പാലത്തുനിന്ന് അങ്ങ് ഇതാക്കുന്നതല്ലേനു നടന്ന് അതല്ലായിരുന്നോ? അല്ലാതെ ഇമാതിരി ബോധമില്ലാത്ത ഒരു എന്തിനാണ് വെറുതെങ്കിലും മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇനിയിപ്പോഴത് ഗർഭിണിയാന്നത് പ്രസവിക്കാൻ കിടക്കുന്നതാണ് പറയുന്നത്. ഈ ചെകുത്താൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അത് ജീവിക്കേണ്ട അവസ്ഥ ആലോചിക്കുമ്പോഴല്ലേ എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ അതിനൊരു 10-25 വയസ്സുണ്ടെങ്കിൽ ഒരു 10-40-50 വർഷം അതിങ്ങനെ ജീവിക്കേണ്ട ഈ ചെകുത്താനെയും കൊണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്രമാത്രം ഭീതിയോടുകൂടിയായിരിക്കും അതിൻ്റെ ഓരോ ദിവസവും പോയിട്ടുണ്ടാകുക. അതുമാത്രവുമല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്രമാത്രം ഭീതിയോടുകൂടിയായിരിക്കും അത് ജീവിച്ചിട്ടുണ്ടാകുക. എന്തൊരവസ്ഥയാണിത്! പൈസ കാണുമ്പോഴേക്ക് കണ്ണു മഞ്ഞളിക്കുന്ന കുറേ തന്തമാരുണ്ട് ഇവിടെ. അതായത് കുടിയനായാലും വേണ്ടിയില്ല, ബലിയനായാലും വേണ്ടിയില്ല, മറ്റേ പുകയ്ക്കുന്നവനായാലും വേണ്ടിയില്ല, മറ്റേ MDMA ആയാലും വേണ്ടിയില്ല, ഒന്നും ആയാലും വേണ്ടിയില്ല. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുമ്പോല്ലേ എവിടെയാ താലേടാ ഇങ്ങനെയില്ല കുറേ ടീമുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ പിന്നെന്താ പറയുക, തന്തമാരില്ലേ, ഇതാ മോനെ താലി എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുന്ന ടീമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള തന്തമാരോട് എനിക്ക് പുച്ഛമാണ്. ഇനിയിപ്പോൾ എല്ലാവരും പറയും, എടോ അവരുടെ കുടുംബകാര്യല്ലേ നിനക്കെന്തിനാണ്? ഇത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അച്ഛനെ അമ്മയെ പരിക്കേൽപ്പിക്കുന്ന സ്വബോധമില്ലാത്ത ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത ആ അച്ഛനെയും അമ്മയുണ്ടല്ലോ, അവറ്റകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. അതാ വേണ്ടത്. അത്രമാത്രം വൃത്തികെട്ട പണിയാണ് ചെയ്തത്. മനസ്സിലാക്കുക. പണാന്ന് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പണ. എന്നാ കാരണം എന്നറിയോ? ഓൻ എങ്ങനെയോ ആയിക്കോട്ട് മോളെ, ഓൻ എങ്ങനെയോ ആയിക്കോട്ട് പണമില്ലേ? നടരാജൻ്റെ കയ്യിൽ എത്രയാ പണോ, എത്രയാ? ഇത് ബെൻസ് നടരാജ് എന്ന് പറഞ്ഞാൽ ആരാ? ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബെൻസ് കൊണ്ടുവന്ന ആളാ. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും കല്യാണം കഴിച്ച് അതിനൊരു കൊച്ചുമായി എന്നാ പറഞ്ഞു നിൽക്കുന്നത്. അവസ്ഥ ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഇമാതിരി പോക്കിരികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ നല്ല ആൾക്കാർ ചിലപ്പോൾ തെങ്ങിന് കിടക്കുന്നവനായിരിക്കും, അതും കുഴപ്പമില്ല, അവന് കൊടുത്തോ നിങ്ങൾ. പക്ഷേ ഇതുപോലെയുള്ള അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. വിദ്യാഭ്യാസമോ സമ്പത്തോ കുടുംബമഹിമയോ ആഭിജാത്യോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് വകതിരിവ് അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ വട്ടപൂജ്യമായിരിക്കും ഇവറ്റകൾക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു സംഭവം നടന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീയെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴും ഇവർ പറയുകയാണ് മകനല്ല എന്ന്. കാരണം എന്താ? അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് അഫാൻ്റെ ഉമ്മാനെയാണ് ഓർമ്മ വന്നത്. അഫാൻ്റെ ഉമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്. പിന്നെ അമ്മമാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തുമ്പോൾ ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ അമ്മയ്ക്കും സംഭവിച്ചത് അത് തന്നെയാണ്. ഈ മകൻ ഒരു ചെകുത്താനായ മകനെ വളർത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ അഫാൻ്റെ അമ്മയ്ക്കും സംഭവിച്ചത് അതാണ്. ഒരു ചെകുത്താനെ അവർക്കും വളർത്തേണ്ടി വന്നു. അപ്പോൾ അവർക്ക് പിന്നെ ജീവൻ പോയില്ല, അവർ ആശുപത്രിയിലാണ്, ഇവരും ആശുപത്രിയിലാണ്. പക്ഷെ തന്തയ്ക്ക് ജീവൻ പോയിട്ടുണ്ട് ഇവിടെ. ആ മനുഷ്യന് ജീവൻ പോയിട്ടില്ല. അയാൾ വിദേശത്ത് എവിടെയോ കിടന്നിട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് കുറേ പൈസ ഉണ്ടാക്കുമ്പോഴേ ചിലപ്പോൾ ഈ തള്ളയായിരിക്കും മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അതാ ഞാൻ പറഞ്ഞത്, വഴിതെറ്റി പോയിട്ടുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള കുറേ എണ്ണം നമ്മളെ നാട്ടിലുണ്ട്. അതെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് ഇളവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ റെഡിയാവും. പിന്നെ കുറേ ആൾക്കാരുടെ ഇതാട്ടാ. അതായത് എത്ര കുടിയനായാലും വേണ്ടിയില്ല, ബലിയനായാലും വേണ്ടിയില്ല, ബോധമില്ലാതായാലും വേണ്ടിയില്ല, എല്ലാവരും പറയുന്നൊരു കാര്യം, കല്യാണം കഴിച്ച് ഇവൻ നന്നാവുന്നു. അതായത് ഇവന് വേണ്ടിയിട്ട് ഒരു പെണ്ണിന് എവിടെ കുരുതി കൊടുക്കുകയാണ്. ഇവൻ നന്നാവോ നന്നാവൂലേ എന്നൊന്നും നമുക്കറിയില്ല.
പക്ഷെ എല്ലാവരുടെയും കൂടി നിർബന്ധമായിരിക്കും. അതായത് ഇവൻ 32ാമത്തെ വയസ്സിൽ നന്നാവും, ഇല്ലെങ്കിൽ 40ാമത്തെ വയസ്സിൽ നന്നാകും. അതുപോലെ 30 വയസ്സ് വരെ ഇവന് കണ്ടക ശനിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് മറ്റേ MDMA നാക്കിൻ്റെ ഉള്ളിൽ വെക്കുന്നത് 30 വയസ്സ് വരെ കണ്ടക ശനിയായതുകൊണ്ടാവുമല്ലോ. അവിടെ ഈ ശനിക്കാണ് കുറ്റം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും മകന് കുറ്റമില്ല, അവിടെ ശനിക്കാണ് കുറ്റം. അപ്പം അങ്ങനെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അന്ധവിശ്വാസത്തിൻ്റെയും അതുപോലെ കുരുതി കൊടുക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെമ്പിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ്. എന്തിനിങ്ങനെയുള്ള ആൾക്കാർക്ക് പരീക്ഷിക്കാൻ നിൽക്കുന്നത്? അവന് പണം ഉണ്ടെങ്കിൽ പണം എവിടെയെങ്കിലും കൊണ്ടുവച്ചോട്ടെ, അല്ലാതെ ഒരു സ്വന്തം മകളെ ഒരു മാതാപിതാക്കളും ഇതുപോലെ കുരുതി കൊടുക്കാൻ നിൽക്കരുത്. അതിന് എത്ര വേണ്ടപ്പെട്ട ആളായി കഴിഞ്ഞാലും അവൻ നന്നാവുമോ നന്നാവൂലേ അതൊന്നും നിങ്ങളെ വിഷയമല്ല. പക്ഷെ അവൻ എപ്പോഴാണ് നന്നാവുക? ഇന്നോ നന്നാവുമോ നാളെ നന്നാവുമോ? കല്യാണം കഴിച്ചാൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത്. കല്യാണം കഴിച്ചാൽ നന്നാവുന്നത് ആര് നന്നാവും, എവിടെ നന്നാവുന്ന ഇവരൊക്കെ പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ എല്ലാ വീട്ടുകാരും അങ്ങനെയാണ്. കുറച്ച് പണവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും, എന്നാൽ ഈ പിന്നെ ചെറുക്കനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര അലവലയായിരിക്കും. എന്നിട്ട് അവരെല്ലാം പറയുന്ന കാര്യമാണ് കല്യാണം കഴിച്ചോ നന്നാവും കേട്ടാ. കാരണം ഞാൻ ജ്യോതിഷനെ പോയി കണ്ടിട്ടുണ്ട്. ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട് 32ാമത്തെ വയസ്സ്, അതായത് ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ നാളെ മുതലോ കള്ളുകൂടി നിർത്തുന്നു. മനസ്സിലാക്കണം, അങ്ങനെയുള്ള ജ്യോതിഷം പറഞ്ഞിട്ട്. അതായത് ഇന്ന് 32 പിന്നെ 12 മണിക്ക് തികയുന്നില്ലേ, 11:55 കള്ളുകൂടി നിർത്തും പോലും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11 മാസം 12 മാസവും നമ്മൾ ഞെട്ടിക്കൊണ്ടാണ് നിന്നത്. ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, 2026 ഭഗവാനെ പിറക്കുമ്പോഴും ഞെട്ടാതിരിക്കണേന്ന്. അതായത് എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം, ഈ പിന്നെ എന്താ പണ്ടേ ഈ നമ്മളെല്ലാ കൊലപാതകം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ വെള്ളമാണ്, അല്ലെങ്കിൽ അവൻ മറ്റേ മയക്കുമരുന്നാണ്, അവൻ MDMA NI ഇത് പറയാനും കിട്ടുന്നില്ല, ഈ സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇത് മൊത്തമായിട്ട് ആരാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് വിൽക്കുന്നത്? അവനെ പിടിച്ചിട്ട് ഒരു അറിയില്ല ചെയ്താൽ പോരെ, അല്ലെങ്കിൽ എന്തിനാ അവനെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യരാശിക്ക് ബുദ്ധിമുട്ടായ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? മല്ല ബാ മോനെ എന്ന് പറയുക, എന്നിട്ട് ഓടിക്കോ എന്ന് പറയുക. ആന്ധ്ര പോലീസെല്ലാം ചെയ്യുന്നതാണെന്നില്ലേ ഞാൻ സ്വകാര്യമായിട്ട് പറയുന്നതെന്ന്. ഇങ്ങനെ ചെയ്താൽ പോരെ, എന്തിനാ ഇവനെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നതിനാ? ഇവന്മാരിടുന്ന് മൊത്തം കച്ചവടം നടത്തിയിട്ട് എന്നാൽ പിന്നെ ഓൻ കച്ചവടം നടത്തുന്നവരെ നമ്മളിങ്ങനെ നോക്കി വയ്ക്കുക. ഓൻ കച്ചവടം ആയിരിക്കാൻ നടത്തുന്നത്, മറ്റോനെ കൊടുത്തത്, ഓൻ വായിൽ വെച്ചിട്ട് ഓൻ്റെ പോയിട്ട് ഓൻ്റെ പെണ്ണുമ്പിള്ളേനെ അടിക്കുക, അതുപോലെ അച്ഛനമ്മമാരെ കൊലപ്പെടുത്തുക. ഇതുവരെ നമ്മളിങ്ങനെ നോക്കി വയ്ക്കുക. എന്തിന്? ഇപ്പോൾ ആ നടരാജൻ എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾ എന്ത് പാവാ ചെയ്തത്? ഇതുപോലെ ഒരു ചെകുത്താന പോറ്റി വളർത്തി എന്നുള്ളൊരു പാവലേ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ. ആ മനുഷ്യനോട് നമ്മളെല്ലാവരും നീതികേടാ കാണിക്കുന്നത്. അതായത് ആ മനുഷ്യന്, അയാൾക്ക് നീതി, അയാളുടെ മകന് ഈ സാധനം ആരാണ് കൊടുക്കുന്നത്, ആ കൊടുത്തോനെയും അത് കൊണ്ടുവന്നോനെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയാം? നടരാജനെ പറഞ്ഞു വിട്ടില്ലേ മകൻ, ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക വേണ്ടത്. അല്ല, നിങ്ങൾ യോജിക്കുന്നില്ലേ? അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയണ്ടത്, നമ്മളിങ്ങനെ വാർത്തകൾ ഇങ്ങനെ വായിക്കും. ഇതിപ്പോഴും നമ്മൾ 2-3 ദിവസം നമ്മൾ ഇതന്നെയായിരുന്നു ചർച്ച. ഇപ്പം നമ്മളത് നിർത്തിയില്ലേ? ഒരു മാസം കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മറക്കും. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ വിചാരണയും വിധിയെല്ലാം വരുമ്പോഴേ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടതല്ലേ, അതായത് എത്ര സംഭവങ്ങളാണ് ഈ വർഷം നടന്നത്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യണേ.